ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. നീണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇന്ന സമയം എന്ന് പറയുമ്പോൾ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറിയിക്കും. അത് മതിയല്ലോ? ഓക്കെ. അപ്പോൾ ഇതുവരെയായിട്ടുള്ള നമുക്ക് ഓണാണല്ലോ. അപ്പം ആദ്യമായിട്ട് ഷിഗല്ല കേസുകൾ ഇതുവരെയുള്ള അതിൽ ഒന്ന് ജില്ലയും ഈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജാനുവരി മുതൽ ഈ മാസം വരെയുള്ള ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 9 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 16 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണസംഖ്യയില്ല. കൊല്ലം ഈ മാസം 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 7 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണമില്ല. ആലപ്പുഴ ഈ മാസം 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ അതെ, ഞാൻ ടോട്ടൽ എന്ന് പറയുന്നത് ജാനുവരി ടു ജൂണാണ്. ആലപ്പുഴയിൽ ഈ മാസം 3 കേസ് റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 6 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മരണമില്ല. പത്തനംതിട്ടയിൽ ഈ മാസം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ടോട്ടലില്ല, മരണമില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്യാത്ത ജില്ല. കോട്ടയം ടോട്ടലായിട്ട് 1 ആണ് ആകെ റിപ്പോർട്ട് ചെയ്തത്. ഈ മാസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടുക്കി ഈ മാസം 1 കേസ് റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 3. എറണാകുളം ടോട്ടൽ 2 ഈ മാസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൃശ്ശൂർ ഈ മാസം 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 5 കേസുകളാണ്. മരണം 1. ഈ 5 മരണങ്ങളിൽ 1 തൃശ്ശൂരാണ്. പാലക്കാട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലപ്പുറം 9 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 14 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2 മരണങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് 22 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 74 മരണം 2. വയനാട് ഈ മാസം 16, അതാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ 2 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് മാത്രമേ ടോട്ടലുള്ളൂ. കാസർഗോഡ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ടോട്ടൽ ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. അതിൽ 1 മരണം മാർച്ചിലായിരുന്നു. പിന്നെ ഈ അടുത്ത, അതായത് ഇപ്പോൾ മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഈ ജില്ലകളിലാണ് മരണം നടന്നിട്ടുള്ളത്. അതിൽ കോഴിക്കോടും മലപ്പുറവും 2 വീതവും. മലപ്പുറത്ത് 1 മരണം കഴിഞ്ഞ മാർച്ചിലായിരുന്നു. അതുകൂടെ കൂട്ടിയിട്ടാണ് 2 എന്ന് പറഞ്ഞ്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. മിനിഞ്ഞാന്ന് അവലോകനം കോഴിക്കോട് നടത്തിയപ്പോൾ 2 കുട്ടികളുടെ നില ഗുരുതരമായിരുന്നു. 1 കുട്ടിയാണ് ഇന്നലെ മരണപ്പെട്ടത്. ഇതാണ് ഷിഗല്ലയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. ഇപ്പോൾ പേഷ്യൻ്റായി അവിടെ കിടക്കുന്ന പേഷ്യൻറ്റിനെ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ബാക്കി എല്ലാം നെഗറ്റീവാണ്. അതായത് 38ൽ 37 കേസുകളും നെഗറ്റീവാണ്. അപ്പോൾ ഈ ടോട്ടലായിട്ട് നോക്കുമ്പോൾ പകർച്ചവ്യാധികളുടെ സംഖ്യ എത്താണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം കൂടുതലാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത് ഈ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറേ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ലോക്കൽ ബോഡികൾ നിലവിൽ വരുന്നത് ഡിസംബറിലാണ്.
ഏതാണ്ട് ഒരു 70-80% പുതിയ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇവരെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും മാർച്ച് 15 ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പെരുമാറ്റച്ചട്ടം വന്നു. പിന്നെ എല്ലാവരും ഇലക്ഷൻ മൂഡിലായി. അതുകൊണ്ട് മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. അതാദ്യം കുറ്റമല്ല. ഭരണസമിതികൾ പുതിയ ആൾക്കാർ വന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, ജാനുവരി പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും ഒരു അസംബ്ലി മൂഡായി. സ്വാഭാവികമാണ്. ഇതിലിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് പകർച്ചവ്യാധികളുടെ എണ്ണം കൂടി. കാരണം ലോക്കൽ ബോഡിയാണ് ഇതിന്റെ അന്തരീക്ഷം ശുചീകരണത്തിൽ അവർക്കും പങ്കുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. എല്ലാവരും കൂടെ വിചാരിച്ചാലേ നടക്കും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പിന്നെ മാത്രമല്ല, പരിശോധനയും ഞങ്ങൾ കുറെ കൂടെ വിപുലമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ യാഥാർത്ഥ്യം മൂടി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. പകർച്ചപ്പനിയല്ലേ, യാഥാർത്ഥ്യം മൂടി വച്ചാൽ നമ്മളെയും ബാധിക്കും ഭാവിയിൽ. അപ്പം അതുകൊണ്ട് സത്യമായി തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ എന്തായാലും വിമർശനങ്ങളുണ്ടാവും. ഒന്നും ചെയ്താലും ഉണ്ടാവും, ചെയ്തില്ലെങ്കിലും ഉണ്ടാവും. അപ്പോൾ പ്രവർത്തികൾ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ ഇങ്ങനെ ഈ രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിനൊരു കൺട്രോൾ ചെയ്യണമല്ലോ. ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ മേഖലയിലൊക്കെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഒന്ന് രോഗം ഉള്ള സ്ഥിതി, അതിനെ പ്രതിരോധിക്കണം. രോഗം വരാതിരിക്കാനുള്ള മാർഗം അത് പരിശോധിക്കണം. പിന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങൾ അത് പരിശോധിക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് ഒരു വിപുലമായിട്ടുള്ള യോഗം ഇന്ന് എൻ്റെ ചേംബറിൽ കൂടി.